ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കൊറിയൻ റിലീജിയനാണ് എന്ത് മാറ്റമാണ് ഉണ്ടായെന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കൊറിയയിൽ ആകെ 13 പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട്. അതിൽ 8 പേരും പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യനോ അല്ലെങ്കിൽ കാത്തലിക്സാണ്. ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യനാണ്. അതായത് കൊറിയയിൽ 1700 ടൈമുകളിൽ അവിടെ കാത്തലിക്സും പിന്നീടുള്ള സമയത്തും അവിടെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസും ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നമുണ്ടായത് ആ സമയങ്ങളിലൊക്കെ തന്നെ അവരുടെ ഒരു കൊറിയൻ ട്രഡീഷനുണ്ട്, കൺഫ്യൂഷൻ എന്ന് പറയുന്നൊരു സൊസൈറ്റി ഉണ്ട്. എങ്ങനെയാണ് ഇത് പ്രൊണൗൺസ് ചെയ്യുന്നതിൻ്റെ ആ വാക്കാണ് എനിക്ക് തോന്നുന്നത്. ഈ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് അവിടെ സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല. അതായത് കഴിഞ്ഞ 30-40 വർഷങ്ങൾ വരെ പല കൊറിയയുടെ ഓഫീസുകളിലും സ്ത്രീകൾക്ക് ഗ്ലാസ് ഇട്ട പ്രത്യേക ക്യാബിൻ പോലെയാണ്. കാരണം സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല, ജോലി ചെയ്യാൻ പാടില്ല. അതായത് ആണുങ്ങൾ എപ്പോഴും ഒരു മെയിൽ ഷാബുനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് കൗ ആയിരുന്നു ഈ സ്ത്രീകളെന്ന്. ആ രീതിയിലാണ് ഒരു കൊറിയൻ സൊസൈറ്റിയുടെ ട്രഡീഷൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും അടിച്ചമർത്തപ്പെട്ടു, ശരിക്കും അങ്ങ് താഴ്ത്തി. ഇപ്പോഴാണ് ഒരു കഴിഞ്ഞ 10, 25, 30 വർഷമായിട്ടാണ് കൊറിയയിലെ സ്ത്രീകൾ ജോലിക്ക് പോകുന്ന പബ്ലിക് പ്ലേസുകളിലൊക്കെ വരുന്നതും മ്യൂസിക്കിലൊക്കെ പങ്കെടുത്ത്. നിങ്ങൾ കൊറിയൻ മ്യൂസിക്കൊക്കെ വളരെ ഫേമസ് ആണ് ഗ്ലോബലായിട്ട്. ഇന്ത്യയിലും പല കൊറിയൻ കോൺസേർട്ടൊക്കെ നടക്കാറുണ്ട്. പക്ഷെ കൊറിയയുടെ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 1907 റോബർട്ട് എച്ച് ഹാർഡി എന്ന് പറയുന്ന കനേഡിയൻ പ്രീച്ചർ, പിന്നെ അവിടെ ഒരു ലോക്കൽ ആയിട്ടുണ്ടായിരുന്ന കൊറിയയിലെ ആദ്യത്തെ പാസ്റ്റർ, അവരുടെ പേര് ഞാൻ വിട്ടുപോയി. 1907 പെനയോക് എന്ന് പറയുന്നത് വെച്ച് ഗ്രേറ്റ് റിവൈവൽ അവിടെ ഉണ്ടാകുന്നത്. ഇതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, കൊറിയ എന്ന് പറഞ്ഞ രാജ്യം ഇന്ന് 2024-25 എത്തി നിൽക്കുമ്പോൾ അമേരിക്കയെക്കാളും കൂടുതൽ ലോകത്ത് പെൻഡക്കോസ്റ്റൽ മിഷൻ വർക്കിന്, അതായത് മിഷണറി വർക്കിന് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുന്ന രാജ്യം കൊറിയയാണ്. പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിരിക്കുക അമേരിക്കയാണ്. തെറ്റാണ്. അതേപോലെ ലോകത്ത് 27,000-ൽ പേര് കൊറിയയിൽ നിന്നുള്ള ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മിഷൻ വർക്കിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, കൊറിയ ശരിക്കും ഒരു സമയത്ത് ഒരു 10-20 വർഷം മുമ്പൊക്കെ ശരിക്കും ഈ ബുദ്ധിസ്റ്റ് മൂവ്മെൻറ്റിനെ, ഇന്ത്യയിലുണ്ടായിരുന്ന ദലൈലാമ, അതേപോലെ ശ്രീലങ്കയിൽ അവിടെ ഉണ്ടായിരുന്ന ബുദ്ധിസ്റ്റ് മൂവ്മെൻറ്റിനെ, അതേപോലെ അവിടുത്തെ ഗവൺമെൻറ്റിനെ, അവിടുത്തെ പല കമ്പനികളും കോർപ്പറേറ്റുകൾക്ക് ശരിക്കും സാമ്പത്തിക സഹായം ചെയ്തിരുന്നു. ഇവരൊക്കെ ഈ സാമ്പത്തിക സഹായം വിട്ടുമാറിയപ്പോഴാണ് ഇൻക്ലൂഡിങ് നോർത്ത് ഈസ്റ്റുള്ള പല ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഇതെല്ലാം ഗതികെട്ടുപോയി, പലതും അങ്ങ് അടച്ചുപൂട്ടി. ഇൻക്ലൂഡിങ് ദലൈലാമയുടെ കാര്യം സാമ്പത്തികമായിട്ട് വലിയ കഷ്ടമാണ്. കാരണം ഈ രാജ്യങ്ങളിൽ നിന്ന് വരേണ്ട ഇവരെല്ലാം കൺവേർട്ടായി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കുള്ള ഫണ്ടിങ് ഇവരങ്ങ് നിർത്തി. ഇതിൻ്റെ മറ്റൊരു കാരണമാണ് എന്തുകൊണ്ടാണ് ശ്രീലങ്ക ക്രൈസിസിലായെന്ന് പറഞ്ഞാൽ കൊറിയയുടെ ഒരു പിന്തുണയില്ലായിരുന്നു. നിങ്ങൾ ആലോചിക്കുക, കൊറിയൻ എക്കോണമി എത്രയാണ്? കൊറിയ എക്കോണമി എന്ന് പറയുന്നത് ലോകത്തിലെ 10ാമത്തെ ഏറ്റവും വലിയ എക്കോണമിയാണ്. മനസ്സിലാക്കുക, അവിടെ 5,70,00,000 ആൾക്കാരെ ആകെ ഉള്ളൂ. അതിനകത്ത് അവരുടെ സൈസ് ഓഫ് വോളിയം എന്ന് പറയുന്ന എക്കോണമി 1.73 ട്രില്യനാണ് അവരുടെ എക്കോണമി. അത് വെച്ചാൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എക്കോണമി തന്നെയാണ് കൊറിയയുടെ എക്കോണമി. അത് ആദ്യം മനസ്സിലാക്കുക. ഈ കൊറിയയിൽ റിവൈവൽ ഉണ്ടായ മൂവ്മെൻറ്റ് കഴിഞ്ഞ 30-40 വർഷം കൊണ്ടാണ് ഈ കൊറിയൻ റിവൈവൽ എന്ന് പറഞ്ഞ കീറി ആർത്തങ്ങ് അടിച്ചത്. അത് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. പല കൊറിയൻ പ്രസിഡന്റുമാരുടെയും ഭാര്യമാരും അവരുടെ കുടുംബക്കാരുടെ സ്ത്രീകളെ മുഴുവനും മാറ്റി നിർത്തിയേക്കുമായിരുന്നു ഒരു സമയത്ത്, അവരുടെ പഴയ കൊറിയൻ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇവരെല്ലാം നേരത്തെ ഇപ്പോഴത്തെ കൊറിയൻ പ്രസിഡന്റ് കാത്തലിക്കാണ്. നേരത്തെ ഇരുന്ന കൊറിയൻ പ്രസിഡന്റ് അത് പ്രൊട്ടസ്റ്റന്റ് പെൻഡക്കോസ്റ്റൽ ബിലീവറായിരുന്നു. അതായത് റിവൈവലിൻ്റെ പാർട്ടായിട്ടുള്ള ആളായിരുന്നു. പിന്നീടാണ് കൊറിയ എന്ന് പറയുന്ന രാജ്യം, നിങ്ങൾ മനസ്സിലാക്കുക, എങ്ങനെയാണ് ഇത്രയും ഫണ്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾ സ്റ്റഡി ചെയ്യാവുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുകയാണ് സാംസങ്, LGയുടെ ഫോൺ, അതേപോലെ തന്നെ ഹുൻഡായുടെ കാറുകൾ. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾ കൊറിയയുടെ ടോപ്പായിട്ട് 10ഓളം ബിഗ് കോർപ്പറേറ്റ്സ്, അത് ഗ്ലോബൽ കോർപ്പറേറ്റ്, അത് ഇന്ത്യയിലും ഉണ്ട് അവർക്ക് ശരിക്കും.
ഈ കോർപ്പറേറ്റ്സ് കൊറിയയുടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർ ഈ 30% എന്ന് ഗൂഗിളിലും മറ്റേതൊക്കെ പറയുന്നത് തെറ്റാണെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഈ ബിഗ് കോർപ്പറേറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഇവരെല്ലാം തന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന അവർ വിസിബിളി അവർ ക്രിസ്ത്യൻസായിട്ട് ബിലീവേഴ്സായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ഫണ്ടിങ് എന്ന് പറയുന്ന ഈ പറയുന്ന കമ്പനികൾ, അതായത് ഇത്രയും വലിയ ബിഗ് ആയിട്ടുള്ള കോർപ്പറേറ്റ്സ്, ഈ കമ്പനികളുടെ 20% ലാഭമാണ് അവർ മിഷൻ പ്രവർത്തനങ്ങൾക്ക്, അതായത് ഈ പെൻറ്റക്കോസ്റ്റൽ റിവൈവൽ ഈ പറയുന്ന പരിപാടിക്ക് വേണ്ടി ഗോസ്പലിന് വേണ്ടി ചെലവിടുന്നത്. അപ്പോൾ വോളിയം നിങ്ങൾ ആലോചിക്കുക, അമേരിക്കയെക്കാളും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നവരാണ്. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, കൊറിയയിലുള്ള മിഷനറീസ് അഫ്ഗാനിസ്ഥാനിൽ വളരെ ആക്റ്റീവാണ്, പാകിസ്ഥാനിൽ വളരെ ആക്റ്റീവാണ്. ഇപ്പോഴവർ എൻട്രി ചെയ്തിട്ടുണ്ട് ഇറാനിലും സിറിയയിലും അറേബ്യൻ ഇൻക്ലൂഡിങ് സൗദി അറേബ്യയിൽ. ഈ കൊറിയൻ മിഷണറീസ് വളരെ ആക്റ്റീവാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് താലിബാനുമായിട്ടൊക്കെ പ്രശ്നമുണ്ടായ സമയത്ത്, ഈ പാകിസ്ഥാനുമായിട്ട് പ്രശ്നമുണ്ടായ സമയത്ത് അവർ വളരെ ആക്റ്റീവായിട്ടാണ് ഇൻവോൾവ് ആകുന്നത്. കാരണം അവർ ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യനാണ്. അതേപോലെ ഈ കമ്പനികളിൽ, അതായത് ഞാൻ ഈ പറയുന്ന ടോപ്പ് കോർപ്പറേറ്റ് കമ്പനികളിൽ, കൊറിയയിൽ അവിടെ എല്ലാ ആഴ്ചയിലും ബൈബിൾ സ്റ്റഡിയുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് പങ്കെടുക്കുക, ആവശ്യമില്ലാത്തവർക്ക് പങ്കെടുക്കാതിരിക്കുക. അതായത് കൊറിയയുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഗ്ലോബലായിട്ട് ഇന്ന് നടക്കുന്ന റിവൈവൽ മൂവ്മെൻറ്റിനും പെൻറ്റക്കോസ്റ്റൽ മൂവ്മെൻറ്റിനും ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത്, അതായത് സമ്പാദിച്ച സാമ്പത്തികം കൊടുക്കുന്നവരാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അമേരിക്കയല്ല. അതായത് തെറ്റായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതേപോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബൈബിൾസ് പ്രിൻ്റ് ചെയ്യുന്ന കൊറിയയിൽ നിന്നാണ്. അതായത് കൊറിയയിലുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫായി മാറി. ഈ കനേഡിയൻ ഈ സംഭവം അതിനുശേഷം കുറച്ചുകൂടെ നിന്നു. ഈ പറയുന്ന കാത്തലിക്സ് ഉണ്ടായിരുന്ന സമയത്തും പ്രൊട്ടസ്റ്റൻ്റ്, അതായത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ഉണ്ടായിരുന്ന സമയത്ത് പോലും കൊറിയയുടെ ആ കൾച്ചറായിട്ടുള്ള ഈ സ്ത്രീകളെ അടിമയാക്കി നിർത്തുന്ന ആ സംഭവം അന്നും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാണ് പെൻറ്റക്കോസ്റ്റ് റിവൈവൽ കൊറിയയിൽ ആഞ്ഞടിച്ചു കഴിഞ്ഞപ്പോൾ മുഴുവനും അങ്ങ് മാറി. ഇനി മനസ്സിലാക്കുക, ഇന്ത്യയിലും ഈ കൊറിയൻ മിഷണറീസ് വല്ലാതെ ആക്റ്റീവാണ്. അവർ ഏറ്റവും കൂടുതൽ ആക്റ്റീവായി ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഈ പറയുന്ന ബുദ്ധിസ്റ്റിനെ കൺവേർട്ട് ചെയ്യാൻ അവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത്. അതേപോലെ പല കൊറിയൻ കമ്പനീസും ഉണ്ട് ഇന്ത്യയിൽ. കാരണം ഇവരുടെ ആൾക്കാർ വളരെ വിസിബിളാണ്. ഇവർ തുറന്നു പറയുന്ന കാര്യം, ഇവർ പല ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പുതിയ കൊറിയയുടെ വരുന്ന കണക്കുകൾ വരുന്നതനുസരിച്ച്, അതായത് മറ്റൊരു ഇൻ്റർനാഷണൽ ഏജൻസി പറയുന്നത്, റിലീജിയസിനെ പറ്റി റിസർച്ച് ചെയ്യുന്ന ഏജൻസി പറയുന്നത്, കൊറിയയിൽ ഏകദേശം 70% കൂടുതൽ ഈ പറയുന്ന പെൻറ്റക്കോസ്റ്റൽ ബിലീവേഴ്സ്, പല കാത്തലിക്സും അവർ കാത്തലിക്സിൽ നിന്നും ഈ പറയുന്ന പെൻറ്റക്കോസ്റ്റലിലോട്ട് പോയി. അവിടെ ഉണ്ടായിരുന്ന ബാപ്റ്റിസത്തിൽ നിന്നും ഈ പെൻറ്റക്കോസ്റ്റലിലോട്ട്, അതായത് വലിയൊരു മൂവ്മെൻ്റാണ് കൊറിയയിൽ നടന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഏകദേശം 27,000 പരം കൊറിയൻ, അതായത് ഗവൺമെൻറ് പുറത്തുവിടുന്ന കണക്കാണ്, അവർ ലോകത്തെല്ലായിടത്തും മിഷൻ വർക്കുകളിൽ ഏർപ്പെടുന്നുണ്ട്. ഇവരുടെ ഫണ്ടിങ് മുഴുവനും കൊടുക്കുന്ന കൊറിയയിലുള്ള കോർപ്പറേറ്റ് കമ്പനികളാണ്. അതായത് കൊറിയ എന്ന് പറഞ്ഞ രാജ്യം, അതായത് മനസ്സിലാക്കുക, നിങ്ങൾ ഈ പറയുന്ന ബുദ്ധിസ്റ്റ് എന്ന് പറഞ്ഞ മൂവ്മെൻറ്റ് പോലും ഇല്ലാതായതിൻ്റെ കാര്യം കൊറിയ എന്ന് പറഞ്ഞ രാജ്യമാണ്. കാരണം അവർ കംപ്ലീറ്റായിട്ട് പെൻറ്റക്കോസ്റ്റൽ ഈ സംഭവത്തിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ബുദ്ധിസ്റ്റിന് കൊടുക്കേണ്ട സാമ്പത്തിക സഹായം ഇവർ കംപ്ലീറ്റായിട്ട് അങ്ങ് കട്ട് ഓഫ് ചെയ്തു. അതിൽ പല രാജ്യങ്ങളും സഫർ ചെയ്തു. ഈ ബുദ്ധിസ്റ്റ് മൊണാസ് അവർ സഫർ ചെയ്തു. പല ബുദ്ധിസ്റ്റിൻ്റെ മൂവ്മെൻറ്റ്സും അവരും സഫർ ചെയ്തു. ഇനി മനസ്സിലാക്കുക, കൊറിയയിലുണ്ട ബുദ്ധിസ്റ്റിൻ്റെ ഡിക്ലൈൻ വളരെ ഷാർപ്പായിട്ടാണ്. ഈ പറയുന്ന അവരുടെ ആശ്രമങ്ങളും ഇതൊക്കെ നടത്തുവാൻ വേണ്ടി പണമില്ല. പല ആൾക്കാർ അവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറിപ്പോവുകയാണ്. അതായത് അവരുടെ പല സന്യാസിമാരും ഈ പരിപാടികളൊക്കെ നിർത്താൻ തുടങ്ങി. അതായത് കൊറിയയെ കാണുന്ന പല ബുദ്ധക്ഷേത്രങ്ങളും ഇന്ന് പലതും അവിടെ ആളുകളില്ലാതായി മാറി. അപ്പോൾ അവിടുത്തെ ഓരോ ചർച്ചകൾ, പോൾ യോങ്കിച്ചോ എന്ന് പറയുന്ന ആളുടെ ചർച്ച എന്ന് പറയുന്നത് ഏകദേശം 8 ലക്ഷം പേരാണ്. അതായത് മാസീവായിട്ടാണ് ആൾക്കാർ കൂടുന്നത്. അപ്പോൾ ഇതുമെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൊറിയ എന്ന് പറയുന്ന രാജ്യമാണ് ഇനിയും വരാൻ പോകുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പെൻറ്റക്കോസ്റ്റൽ മിഷന് വേണ്ടി, അതായത് റിവൈവലിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അമേരിക്കയിൽ നിന്നൊക്കെ മാറും. പണ്ടൊക്കെ ഈ LMSും ലണ്ടനിലൊക്കെ ആൾക്കാർ പോകുമായിരുന്നു, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ പോകുന്ന കൊറിയ എന്നാണ്. അതേപോലെ കൊറിയയുടെ ഏറ്റവും വലിയ ബിഗ് ബിസിനസ്സുകാർ, അതായത് കോർപ്പറേറ്റ്സ്, നിങ്ങൾ ആരെയും എടുത്താലും
ഏതൊക്കെയാണ് കൊറിയൻ കമ്പനി എടുത്താലും ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന പ്രൊട്ടസ്റ്റൻറ്റ് പെൻഡക്കോസ്റ്റൽ ബിലീവേഴ്സാണ്. അത് പിന്നെ ഏറ്റവും ഒരു തമാശ അവസാനം പറയാം, അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്, കൊറിയയുടെ കഴിഞ്ഞിടയ്ക്ക് മാർഷൽ ലോ ഡിക്ലെയർ ചെയ്തു അവിടെ. ഇപ്പോഴിരിക്കുന്ന കൊറിയൻ പ്രസിഡൻറ്റ് കാത്തലിക്കാണ്. അത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ചർച്ചുകൾ, അതായത് പ്രൊട്ടസ്റ്റൻറ്റ് പെൻഡക്കോസ്റ്റൽ ചർച്ച് കയറി ഇൻ്റർവീൻ ചെയ്തു. അത് ശക്തമായിട്ട് രീതിയിൽ അവിടെയുള്ള ഇയാളുടെ ഈ ഭരിക്കുന്ന പാർട്ടി അവരെ പിന്തുണയ്ക്കുന്നവരോടും മറ്റുള്ളവരോടും പറഞ്ഞ് ഈ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, മാർഷൽ ലോ പിൻവലിക്കണം. ശക്തമായ രീതിയിലാണ് അവിടെയുള്ള ഈ പ്രൊട്ടസ്റ്റൻറ്റ് പെൻഡക്കോസ്റ്റൽ ചർച്ചകൾ ആവശ്യപ്പെടുന്നത്. അതേപോലെ പ്രതിപക്ഷത്തിനോടും അവിടെയുള്ള ആർമിയുടെ ചീഫ്, അത് ഈ പ്രൊട്ടസ്റ്റൻറ്റ് പെൻഡക്കോസ്റ്റൽ ബിലീവറാണ്, അവരോടും പറഞ്ഞ് ഇത് പൂർണ്ണമായിട്ടും ഞങ്ങൾ അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഈ പറയുന്ന അവിടുത്തെ പ്രസിഡൻറ്റ് ഈ മാർഷൽ ലോ മുഴുവനായിട്ട് പിൻവലിക്കുകയും പിന്നീട് അയാളെ അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അയാളെ അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ ഉണ്ടായത് അവിടെ ചർച്ചിൻ്റെ ഇൻഫ്ലുവൻസ് അതിശക്തമാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കും മനസ്സിലാകേണ്ടത്, ഈ അസൂസ റിവൈവൽ, അതായത് 1905 തുടങ്ങിയിട്ട് അതിൽ നിന്നും പങ്കെടുത്ത് വന്നയാളാണ് റോബർട്ട് എച്ച് ഹാർഡി എന്ന് പറയുന്നയാൾ. അവിടുന്ന് വന്ന ആൾക്കാരെല്ലാം കൂടെ പനയോഗ് ഗ്രേറ്റ് റിവൈവൽ ഉണ്ടായ സംഭവമാണ് ഇന്ന് കൊറിയയിൽ മുഴുവനും മാറ്റിയേക്കുന്നത്. അതായത് വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 50-40 വർഷമായിട്ടാണ് കൊറിയയിൽ ഈ വലിയ മാറ്റം ഉണ്ടായത്. അവരിന്ന് ലോകത്തിന് ഈ പെൻഡക്കോസ്റ്റർ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അമേരിക്ക കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ്. ആ തെറ്റിദ്ധാരണ പല ആൾക്കാരും വെച്ചിട്ടുണ്ട് അമേരിക്കയാണ് കൊടുക്കുക. അല്ല, ഇന്ന് അമേരിക്ക അതിന് പുറകിലാണ്. കണക്കുകൾ നോക്കുക, അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ മിഷണറിമാരെ വിടുന്നുണ്ടെങ്കിലും പക്ഷേ ഇന്ന് അതിൽ ഏറ്റവും കൂടുതൽ ഫണ്ടിങ് എന്ന് പറയുന്നത് സൗത്ത് കൊറിയയാണ്. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം, നിങ്ങളൊരു സാംസങ്ങിൻ്റെ മൊബൈൽ മേടിച്ചാലും അതായത് കൊറിയയുടെ ഒരു വാഹനം മേടിച്ചാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ലാഭത്തിൽ നിന്ന് ഇത്ര ശതമാനം അവർ കൊടുക്കുന്നത് ഈ ക്രിസ്ത്യൻ പെൻഡക്കോസ്റ്റൽ മിഷന് വേണ്ടിയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അത്രമാത്രം ശക്തമായ രീതിയിൽ ക്രിസ്ത്യൻ ബിലീഫ്സിലും ഫെയ്ത്തിലും ജീവിക്കുന്നവരാണ് ഇന്നത്തെ കൊറിയക്കാർ.